ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ പ്രൊഫഷണലായിട്ട് ട്രോൾസ്, അതായത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ട്രോൾ പേജസിൽ ഇടാനായിട്ട് പ്രൊഫഷണലായിട്ട് എങ്ങനെ ട്രോൾസ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പറയുന്നത്. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലോഡായി വരുന്നതേ ഉള്ളൂ. ലോഡായി വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മീംസ് സെലക്ട് ചെയ്യാനായിട്ട് മീംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏത് മീം ആണെങ്കിലും സെലക്ട് ചെയ്യാം. അതിന് നിങ്ങൾ ആക്ടറിൻ്റെ പേരോ അല്ലെങ്കിൽ മൂവി നെയിമോ ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ സുരാജ് വെഞ്ഞാറമൂട് എന്നടിക്കുന്നു. സുരാജ് വെഞ്ഞാറമൂട് എന്നടിച്ചിട്ട് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മീമാണോ നിങ്ങളുടെ ആശയവുമായിട്ട് ഒത്തുപോകുന്നത് ആ ഒരു മീം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ആശയം വേറെ ആണെങ്കിൽ വേറെ ആക്ടർ നെയിം വേണ്ടി അടിക്കാം, അല്ലെങ്കിൽ വേറെ മൂവി നെയിം അടിക്കാം. മിക്ക മീമും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ എടുക്കാൻ പോകുന്ന മീം എന്ന് പറയുന്നത് ഈ ഒരു മീമാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ ഇമേജ് ആണ്. ഇതിനകത്ത് ടൈപ്പ് ചെയ്താൽ വളരെ വൃത്തികേടായിരിക്കും. എന്നാൽ ഒരു പ്രൊഫഷണൽ ടച്ച് വരണമെങ്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു മീമിൻ്റെ ബാക്കിൽ വരണം. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിന് നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം പോർട്രേറ്റ് സെലക്ട് ചെയ്യാം. പോർട്രേറ്റ് ആണ് ട്രോളൊക്കെ ഉണ്ടാക്കാനായിട്ട് മികച്ച് നിൽക്കുന്നത്. പോർട്രേറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ വേറെ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആഡ് ഇമേജ് കൊടുക്കുക. ആഡ് ഇമേജ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിടണം. അതിനുശേഷം ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതാണെങ്കിൽ താഴോട്ട് വലിച്ചുകൊണ്ട് വരാൻ സാധിക്കും. അതിനുശേഷം ഇതിൽ നിന്ന് മാറി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് വരും. അതിനകത്ത് ന്യൂ ലെയർ സെലക്ട് ചെയ്യുക. ന്യൂ ലെയർ സെലക്ട് ചെയ്ത് ആഡ് ഇമേജ് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മീം നിങ്ങൾക്ക് വരും. ഇത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് ഫുള്ളാക്കുക. ഫുള്ളാക്കരുത്, കുറച്ച് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം കൂടെ മാറ്റിയിട്ടതിന് ശേഷമേ ഇത് ഫുള്ളാക്കാവൂ. ജസ്റ്റ് ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ഇതിൽ ടൈപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ടൈപ്പ് ചെയ്യാനും ന്യൂ ലെയർ കൊടുക്കുക. അതിനുശേഷം ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഡൺ. ഇനി നിങ്ങൾക്കിത് ഈ ഒരു ബ്ലാക്ക് ബാറിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാം. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ സ്ട്രോക്ക് മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറും കൂടെ മിക്സായി നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. സൈസ് സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് കളർ ഇതിൽ ബ്ലാക്കാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. മഞ്ഞയായിരിക്കും ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാണാൻ സാധിക്കും ഒരു മഞ്ഞ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നാൽ മനസ്സിലാവും. എന്നാൽ മഞ്ഞ കളറിലായിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിനുശേഷം സ്ട്രോ കളർ ബ്ലാക്കും കൂടെ കൊടുത്താൽ വളരെ അടിപൊളിയായിരിക്കും കാണാൻ. ഓക്കെ, സ്ട്രോ കളറും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ട്രോക്കിൻ്റെ സൈസും കൂടെ ഒന്ന് കൂട്ടുക. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഒരു ട്രോൾ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മീം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെയൊക്കെ ട്രോൾ മീം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ കയറി നിങ്ങൾക്ക് മീംസ് അടിച്ചു കൊടുത്താൽ കിട്ടുന്നേ ഉള്ളൂ. സോ ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തെടുക്കാം. സേവ് കൊടുക്കാം. നിങ്ങൾക്ക് ഹൈറസ് ഇമേജും സേവ് ചെയ്യാം, അതുപോലെ തന്നെ സാധാ ഒരു ഇമേജായിട്ട് സേവ് ചെയ്യാം. ക്രിയേറ്റ് ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ട്രോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ട്രോള് നിർമ്മിക്കുമ്പോൾ
ഈ ഒരു ട്രോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു ഗ്രൂപ്പിൻ്റെ ലോഗോ നിങ്ങളുടെ ട്രോളിൽ എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ ഈ ഒരു ട്രോൾ അപ്രൂവ് ചെയ്യത്തില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് അവരുടെ ഫയൽസിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അവരുടെ ലോഗോ PNG ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലോഗോ ജസ്റ്റ് ട്രോളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ അവരുടെ ഏതെങ്കിലും ഒരു അഡ്മിൻ അത് അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ട്രോള് ആ ഒരു ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തോട്ട് കാണുന്നവരേക്കും ഇസ്മി അർജുൻ സൈനിങ് ഓഫ്. ബൈ.